ക്ഷേത്രത്തിൽ നിന്നുള്ള വിശേഷങ്ങൾ കൂടുതൽ അറിയാനും കാണാനുമാണ് ഈ മണിക്കൂറിൽ കൂടുതൽ പ്രേക്ഷകർ കാത്തിരിക്കുന്നത്. കീർത്തിയും ഷീജയും വീണ്ടും ദൃശ്യങ്ങളിൽ എത്തിയിട്ടുണ്ട്. കീർത്തി, പ്രേക്ഷകർക്ക് എല്ലാവർക്കും അറിയേണ്ടത് ഈ ക്ഷേത്രങ്ങളിലെ കാഴ്ചയാണ്, ക്ഷേത്രത്തിലെ തിരക്കാണ്. അത് നല്ല രീതിയിൽ തന്നെ ആ തിരക്കുണ്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. എത്രയൊക്കെ ചൂടുണ്ടെങ്കിൽ പോലും ആളുകൾ ദേവിയെ ഒരു നോക്ക് കാണാനായി ഇങ്ങനെ എത്തിച്ചേരുകയാണ്. ഒരു നീണ്ട ക്യൂ അത് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നുണ്ട്. വലിയൊരു നീണ്ട ക്യൂ, മണിക്കൂറുകളോളമായി അവർ കാത്തു നിൽക്കുകയാണ് ദേവി ഒരു നോക്ക് കാണാൻ. ദേവി ഒന്ന് കണ്ടിട്ട് വേണം അവർക്ക് പൊങ്കാലിടാൻ. അവർ നേരത്തെ തന്നെ സീറ്റൊക്കെ പിടിച്ചു വെച്ചിട്ടുണ്ടാവും അല്ലേ ഷീജ? തീർച്ചയായിട്ടും നഗരത്തിലുടനീളം അവർ പ്രത്യേകമായി തന്നെ അടുപ്പെല്ലാം സെറ്റാക്കി വെച്ചിട്ടാണ് രാവിലെ ഇങ്ങോട്ടേക്ക് പുറപ്പെട്ടിട്ടുള്ളത്. ഈ പറയുന്നത് പോലെ നമുക്ക് ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്നതിന് നേരെ പിന്നിലാണ് ഈ ക്ഷേത്രത്തിനുള്ളിലേക്ക് കടക്കുന്നത് ഈ ഭക്തരെല്ലാവരും. കാരണം അത്രത്തോളം വലിയൊരു തിരക്ക്. കാരണം അവരുടെ കീർത്തി സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് അവർ അടുപ്പെല്ലാം അവിടെ സെറ്റാക്കി വെച്ചതിന് ശേഷം വേണ്ട സാധനങ്ങളെല്ലാം ക്രമീകരിച്ചതിന് ശേഷമാണ് പുലർച്ചെ തന്നെ ഇങ്ങോട്ടേക്ക് ക്ഷേത്രത്തിലേക്ക് എത്തിയിരിക്കുന്നത്. ക്ഷേത്രത്തിലെത്തി ദേവിയെ ഒരു നോക്ക് കണ്ട് ദേവിയുടെ ഒരു അനുഗ്രഹം കൂടി നേടിക്കൊണ്ട് ദേവിക്കുള്ള പൊങ്കാല അർപ്പിക്കുക, അതാണ് അവരുടെ ഓരോരുത്തരുടെയും മനസ്സിൽ. നമുക്കിപ്പോൾ അവരുടെ അടുത്തുകൂടിയൊക്കെ പോകുമ്പോൾ ഈ ദേവി മന്ത്രങ്ങൾ മാത്രമാണ് കേൾക്കാൻ സാധിക്കുന്നത് എന്നുള്ളതും എടുത്തു പറയേണ്ടതുമാണ്. അതുകൊണ്ട് തന്നെ ഈ ആറ്റുകാലും പരിസരവും എന്ന് പറയുന്നത് തീർത്തും ഒരു ഭക്തി സാന്ദ്രമായ ഒരു അന്തരീക്ഷത്തിൽ തന്നെയാണ് പൂർണ്ണമായും ഉള്ളത്. കീർത്തി അല്ലേ? ഷീജ ആലോചിച്ച് നോക്കും, അത്രയും അധികം ചൂടുണ്ട്, തിരക്കുണ്ട്, അവരുടെ കയ്യിൽ കുട്ടികളുണ്ട്, പ്രായമായവരുണ്ട്. എങ്കിൽ പോലും അവർ ദേവിയെ ഒരു നോക്ക് കാണണം. അവരുടെ മന്ത്രങ്ങൾ മാത്രം അവരുടെ മനസ്സിലും അവർ അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക. എത്ര ചൂടും ഒക്കെ അവഗണിച്ചുകൊണ്ടാണ് ആളുകൾ ഇങ്ങനെ അത്രയും അധികം തിരക്ക്. അത് നമുക്ക് കാണുമ്പോൾ തന്നെ അത് എത്രത്തോളം മനോഹരമാണ് ഈ ഒരു തിക്കും തിരക്കിൽ ക്ഷേത്രം കാണാൻ. അതെ അതെ, കാരണം അത്രത്തോളം ദീപാലങ്കൃതമാണ്. അതോടൊപ്പം തന്നെയാണ് ഈ ഒരു തിരക്ക്, ഇവിടെയുള്ള ഈ ഒരു ഉത്സവ ഛായ ഈ ക്ഷേത്രത്തിനും ക്ഷേത്ര പരിസരത്തിനും നഗരപ്രദേശത്തിനും ഒന്നടങ്കം ഒരു ഉത്സവ ഛായ. അത് ഇവിടെ ക്ഷേത്രത്തിൽ മാത്രമല്ല, ക്ഷേത്രത്തിന് 10 കിലോമീറ്റർ ചുറ്റളവിൽ മുഴുവൻ നമുക്ക് ഈ ഒരു ആഘോഷത്തിൻ്റെ ഒരു ഛായ എല്ലായിടത്തും കാണാൻ സാധിക്കുന്നു എന്നുള്ളതൊരു വലിയ പ്രത്യേകതയാണ്. അതോടൊപ്പം തന്നെ കീർത്തി പറഞ്ഞതിൻ്റെ ഒരു കാര്യം കൂടി കൂട്ടിച്ചേർക്കാനുള്ളത് ഈ പ്രതികൂലമായ കാലാവസ്ഥ. കാരണം നമ്മളൊക്കെ പുറത്ത് ഷൂട്ടിന് പോകുമ്പോൾ തന്നെ വലിയ ഒരു ചൂട്, ഓരോ ഷൂട്ടിന് പോയി കഴിഞ്ഞപ്പോഴും നമ്മൾ അത്രത്തോളം വെള്ളം കുടിച്ച് അങ്ങനെയൊക്കെയാണ് നമ്മൾ ഷൂട്ട് കഴിഞ്ഞ് തിരിച്ചെത്തുന്നത്. പക്ഷേ ഇവിടെ എത്തുമ്പോൾ ഓരോരുത്തരോടും ചോദിക്കുമ്പോൾ എത്ര ചൂടാണെങ്കിലും കുഴപ്പമില്ല, ദേവിക്ക് പൊങ്കാല അർപ്പിക്കണം, അതിൽ ഒരു തരത്തിലുള്ള മുടക്കവും എത്താൻ സാധിക്കില്ല. കുട്ടികളൊക്കെ എത്രയോ ക്ഷമയോടെയാണ് ഇരിക്കുന്നത്. അവർക്ക് തീരെ വയ്യ, അവർ ഉറക്കക്ഷീണമുണ്ട്, വിശപ്പുണ്ട്, എങ്കിൽ പോലും അവർ അത്രയും അവരുടെ അമ്മയുടെ കൂടെ അമ്മൂമ്മയുടെ കൂടെ ഒക്കെ ഇങ്ങനെ ഇരിക്കുക, ക്ഷമയോടെ ഇരിക്കുന്നത് കാണുമ്പോൾ ഒരു അത്ഭുതം തോന്നുന്നു. കാരണം ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ ആറ്റുകാൽ ക്ഷേത്രത്തിൽ വരുന്നത്. ഈ ഒരു പൊങ്കാല ഒക്കെ കാണുന്നത് ഒക്കെ ആദ്യമായിട്ടാണ്. അതെ, ഇന്ന് പൊങ്കാല ഇടണം എന്നൊരു ആഗ്രഹിച്ച കീർത്തിയാണ്, പക്ഷെ പറ്റിയില്ല. പൊങ്കാല ഡ്യൂട്ടി ഉള്ളതുകൊണ്ട് അത് പറ്റിയില്ല. എല്ലാ സാധനങ്ങളും വാങ്ങി എല്ലാം റെഡിയാക്കി വെച്ചു. പക്ഷെ ഷീജ അതിന് അനുവദിച്ചില്ല. ഷീജയെ ഉള്ളവരൊന്നും തന്നെ അനുവദിച്ചില്ല ഡ്യൂട്ടിക്ക് വരണം. പക്ഷെ ഇതൊരു സന്തോഷമാണ്. ക്ഷേത്രത്തിൽ ഞാൻ ആദ്യമായാണ് വരുന്നത്. പൊങ്കാല ഇനിയുള്ള വർഷങ്ങൾ ഇടാൻ പറ്റിയാലും ഈ ഒരു ഭാഗ്യം പ്രത്യേക ഫീലാണ് ഇവിടെ നിൽക്കുമ്പോൾ ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ഫീൽ, നമുക്ക് ഇവിടെ എത്തുന്ന ഓരോ വ്യക്തികളുടെ മുഖത്ത് ആ ഒരു പോസിറ്റീവ് എനർജി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ ഈ ഒരു ആറ്റുകാൽ പൊങ്കാലയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത്. കാരണം ഓരോ വ്യക്തികൾക്കും അവരുടേതായ പല പ്രശ്നങ്ങളുണ്ടാകും. പക്ഷേ ആ പ്രശ്നങ്ങളെല്ലാം ഇന്നൊരു ദിവസത്തേക്ക് മാറ്റി വെച്ചുകൊണ്ട് അവർ മുന്നോട്ട് പോകുന്നു എന്നുള്ളത് തന്നെയാണ് ഈ ഒരു ആറ്റുകാൽ പൊങ്കാലയുടെ പ്രത്യേകത. എല്ലാ പ്രശ്നങ്ങളെയും എല്ലാ ബുദ്ധിമുട്ടുകളെയും അതിജീവിച്ചുകൊണ്ട് അവർ ഓരോരുത്തരും, ലക്ഷങ്ങളാണ് ഇവിടേക്ക് ഒഴുകിയെത്തുന്ന ഭക്തരെന്ന് പറയുന്നത്. ആ ഭക്തർ എല്ലാവരും ഒരുപോലെ തന്നെ ഒരു മനസ്സായി ഇവിടെ എത്തിച്ചേരുന്നു എന്നുള്ളത് കൂടി ഈ ഒരു ആറ്റുകാൽ പൊങ്കാലയുടെ മാത്രം പ്രത്യേകതയായി എടുത്തു പറയേണ്ടതാണ്. അല്ലേ കീർത്തി? അതെ അതെ. ഷീജടുത്തേക്ക് ചോദിക്കാം, ഇവിടെ ആളുകളൊക്കെ വർഷങ്ങളായി പൊങ്കാലിടുന്നവരുണ്ട്. എന്നാൽ ഷീജ വർഷങ്ങളായി ഇവിടെ പൊങ്കാല റിപ്പോർട്ട് ചെയ്യാൻ വരുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതലായി അറിയാൻ സാധിക്കുക ഷീജയ്ക്കായിരിക്കും. ഞാൻ ഇവിടെ ആദ്യം വരുന്നതുകൊണ്ട് തന്നെ കൂടുതൽ കാര്യങ്ങൾ എനിക്കും അറിയാത്ത നിരവധി പ്രേക്ഷകർക്ക് പറഞ്ഞു തരാൻ സാധിക്കുക ഷീജയ്ക്കായിരിക്കും. നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ടു തോറ്റംപാട്ടിനുള്ള ഒരുക്കങ്ങൾ നടത്തുകയാണ്. അതിൻ്റെയൊക്കെ ഒരു ഇപ്പോൾ തോറ്റംപാട്ടിന് വേണ്ടിയിട്ടുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട്. അല്പസമയത്തിനകം തോറ്റംപാട്ട് ഇവിടെ ആരംഭിക്കുന്നതായിരിക്കും. അതിൽ ഇന്നത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് പാണ്ഡ്യരാജാവിൻ്റെ വധം, ആ ഒരു ഭാഗമാണ് പ്രധാനമായും ഇന്നിപ്പോൾ തോറ്റംപാട്ടിൽ ഇവർ പാടുക. ഈ ഒരു പാണ്ഡ്യരാജാവിൻ്റെ വധം പൂർത്തിയാക്കി കഴിഞ്ഞാൽ ആ സമയം കൃത്യമായി തന്നെ പൊങ്കാലയുടെ ചടങ്ങുകളിലേക്ക് കടക്കുക എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു രീതി എന്ന് പറയുന്നത്. അത് ഒരു 10 മണിയോടുകൂടി കൃത്യം ഇതിൻ്റെ പുണ്യാഹ ചടങ്ങുകളൊക്കെ ഇപ്പം നമ്മൾ ഈ കണ്ട ഈ ഒരു കാപ്പ് കെട്ടി ദേവിയെ കുടിയിരുത്തിയിരിക്കുന്നതിൻ്റെ അവിടെയാണ് ഈ ഒരു തോറ്റംപാട്ട് നടക്കുക. ഈ തോറ്റംപാട്ട് നടക്കുന്ന സമയത്ത് തന്നെ മറ്റ് നടപടി ക്രമങ്ങൾ അവിടെ അകത്ത് പ്രത്യേക പൂജകൾ രാവിലെ മുതൽ തന്നെ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്.
അതിനുശേഷം രാവിലെ ഒരു 10 മണിയാകുമ്പോഴായിരിക്കും ഈ പ്രദേശം ഒന്നടങ്കം പുണ്യാഹം തളിച്ച് ഇവിടെ എല്ലാം ശുദ്ധിയാക്കും. അതിനുശേഷം ആണ് ക്ഷേത്രത്തിനകത്ത് നിന്നുള്ള ഇതിൻ്റെ പൊങ്കാല ചടങ്ങുകൾക്ക് തുടക്കമാകുക കീർത്തി. അതായത് ഒരു ക്ഷേത്രത്തിലെ ക്ഷേത്ര മേൽശാന്തി അവിടെ നിന്നും പകരുന്ന തീയായിരിക്കും ഇവിടെ പുറത്തേക്ക് സഹശാന്തിമാർ അവിടെ ക്ഷേത്രത്തിനുള്ളിലുള്ള വലിയ തിടപ്പള്ളിയിലും ചെറിയ തിടപ്പള്ളിയിലും ദീപം തെളിയിക്കും. അതിനുശേഷം ഇവിടെ ക്ഷേത്രത്തിന് മുന്നിൽ പ്രത്യേകമായി പണ്ടാര അടുപ്പ് സജ്ജമാക്കും. അടുപ്പ് വെട്ട് എന്നാണ് ആ ഒരു ചടങ്ങിനെ പ്രത്യേകമായിട്ട് എടുത്ത് പറയുന്നത്. അതായത് ഈ തോറ്റമ്പാട്ട് നടക്കുന്നതിന് മുൻഭാഗത്തായിട്ട് അവിടെ പുണ്യാഹമൊക്കെ തളിച്ചുകൊണ്ട് അവിടെ പ്രത്യേകമായിട്ടുള്ള അടുപ്പ് വെട്ടുന്നതായിരിക്കും. അതായത് ഞങ്ങൾ ഈ നിൽക്കുന്നതിന് തൊട്ടടുത്ത സ്ഥലത്ത് തന്നെയാണ്. നമ്മുടെ ക്യാമറ പ്രമോദ് പന്നിയോടാണ്. അപ്പൊ പ്രമോദ് അതെ ഈ ഭാഗത്തായിട്ടായിരിക്കും അടുപ്പ് വെട്ടുക. ഈ അടുപ്പ് വെട്ടിയതിനു ശേഷം അവിടെ ഈ തീ പകരുന്നത് അകത്ത് നിന്നും ക്ഷേത്രത്തിലെ വലിയ തിടപ്പള്ളിയിലും ചെറിയ തിടപ്പള്ളിയിലും ദീപം തെളിയിച്ചതിനു ശേഷം ആ തീയായിരിക്കും ഈ അടുപ്പിലേക്ക് ഭണ്ഡാര അടുപ്പിലേക്ക് പകരുക. ഭണ്ഡാര അടുപ്പിൽ ആ തീ പകരുന്ന അതേ സമയം തന്നെ ഈ ലക്ഷോപലക്ഷം അടുപ്പുകളിലേക്കും തീ പകരുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയായിട്ടുണ്ട്. അതിന് പ്രത്യേകമായി തന്നെ ഓരോ പോയിന്റുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ആ രീതിയിലാണ് കീർത്തി നമുക്ക് ഈ എല്ലാ ഭക്തർക്കും ഒരേ സമയത്ത് തന്നെ അവരുടെ അടുപ്പുകളിലേക്ക് തീ പകരുന്നതിന് വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങൾ. പിന്നീട് ഈ പറയുന്നത് പോലെ നമുക്ക് കാണാൻ സാധിക്കുക ഒരു യാഗശാല എഫക്റ്റാണ്. തലസ്ഥാന നഗരം ഒന്നടങ്കം ഒന്നടങ്കം ഒരു യാഗശാല എഫക്റ്റാണ് നമുക്ക് പിന്നീട് കാണാൻ സാധിക്കുക.